പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഉള്ളത് പറഞ്ഞാൽ പൊളിമിക്സ് ഒരു അസ്തിത്വ പ്രതിസന്ധിയിലാണ്. ഇത് ഒരു കോമഡിയാണോ ട്രാജഡിയാണോ എന്ന് സ്വയം നിർവചിക്കാനാവാത്ത പ്രതിസന്ധി. അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ് താനും. അതിലേക്ക് കടക്കും മുമ്പ് അല്പനേരം കാർട്ടൂൺ കാണാം. തണുക്കുകയാണെങ്കിൽ തണുക്കട്ടെ. വയറ് കൂടി പോയി അകലെ വന്നു. പക്ഷെ അകലെ നിന്ന് വളരെ കറക്റ്റാണ്. ഞാൻ നോക്കി അകലെ നോക്കി വളരെ കറക്റ്റ്. അടുത്ത് നിൽക്കുമ്പോൾ എന്തോ ഒരു ഇതാ. പക്ഷെ അകലെ നിന്ന് കറക്റ്റാണ്. ഇച്ചിരി വയറ് കുറച്ചാലും കുഴപ്പമില്ല. നന്നായിട്ടുണ്ട്. കാരിക്കേച്ചർ നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും അനുഗ്രഹീതരായ കാർട്ടൂണിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു സമൂഹത്തിനൊരു ശക്തിയാണ്. നമ്മൾ 2 പേജുള്ള ഒരു ലേഖനം എഴുതുന്നതിനേക്കാൾ ഒരു കാർട്ടൂണിലൂടെ നൽകാൻ കഴിയുന്ന സന്ദേശം അതിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ കാർട്ടൂണുകൾക്ക് അതിൻ്റേതായ ശക്തിയുണ്ട്, സമൂഹത്തിൽ സ്വാധീനമുണ്ട്. ഇത്തരം കാർട്ടൂണിസ്റ്റുകളെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ഈ കാരിക്കേച്ചർ നന്നായിരിക്കുന്നു എന്നാണ്. കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും ഒരുക്കിയത് കേരള കാർട്ടൂൺ അക്കാദമിയാണ്. വേദി നിയമസഭാ മന്ദിരമാണ്. സംഘടിപ്പിച്ചത് നിയമസഭ തന്നെയാണ്, കേരള നിയമസഭ. ഞാൻ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്പീക്കറെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ കലാകാരന്മാർ ഒരുമിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. അവർക്ക് ഒരുമിച്ചൊന്ന് കൂടാനും അവരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറാനും അവസരമുണ്ടായി എന്നതുപോലെ തന്നെ കേരള നിയമസഭയുടെ ആദരം അവർ കൊടുക്കാനും കഴിഞ്ഞു എന്ന് ഏറ്റവും അഭിമാനകരമാണ്. ഈ കാര്യത്തിൽ ഇവിടെ സ്പീക്കറെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. സ്പീക്കർ ശ്രീരാമകൃഷ്ണനും കേരള നിയമസഭയിലെ അംഗങ്ങളും ഇത്രത്തോളം സഹൃദയരാണോ എന്നൊക്കെ അത്ഭുതപ്പെടാൻ വരട്ടെ. അങ്ങനെയൊക്കെ സംശയിക്കുന്നത് സത്യം അറിയാഞ്ഞിട്ടാണ്. നിങ്ങളൊക്കെ ഞങ്ങളെ ഇപ്പോൾ വരച്ചുകൊണ്ടേയിരിക്കുന്ന പല മാധ്യമക്കാരുണ്ട്. ഞങ്ങളെ തന്നെ പലതരം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ കലാവൈഭവമാണത്. ഞങ്ങളെ വരക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവുമാണ്. എനിക്ക് യഥാർത്ഥത്തിൽ എന്നെ വിമർശിക്കുന്നവരോട് സ്നേഹമാണ്.
എന്നെ വിമർശിച്ചവരോടും എനിക്ക് സ്നേഹമാണ്, ഇനി വിമർശിക്കാനിരിക്കുന്നവരോടും സ്നേഹവും ബഹുമാനവുമായിരിക്കും. അതായിരിക്കണം ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്രത്തോളം ഔന്നത്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ കഴിഞ്ഞത് പൊളിമിക്സിന്റെ ഭാഗ്യമാണ്. ഡോൺ സ്പെയർ മീ ശങ്കർ, എന്നെ വെറുതെ വിടരുതേ ശങ്കർ എന്ന് മഹാനായ കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് അഭ്യർത്ഥിച്ച മഹാനായ രാഷ്ട്രീയക്കാരൻ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ഇനത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ കഴിഞ്ഞത് പൊളിമിക്സിന്റെ ഭാഗ്യമാണ്. നന്ദി ജയരാജേട്ടാ, നന്ദി. നമോവാകം. സഭയിൽ ശൂന്യവേളയാണ്, 0 അവർ. ഈ വേളയിലാണ് അടിയന്തര പ്രമേയമായും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായും സബ്മിഷനായും മറ്റും വിവിധ വിഷയങ്ങൾ അംഗങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത്. ഈ സമയത്ത് പക്ഷേ സഭയ്ക്കകത്ത് മാധ്യമങ്ങളുടെ ക്യാമറ ഉപയോഗിക്കാൻ അനുമതിയില്ല. എങ്കിലും അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടും. എങ്ങനെയെന്നല്ലേ? പക്ഷേ ഇപ്പോൾ തന്നെ വെബ്കാസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് ആവശ്യത്തിനെല്ലാം എടുക്കാൻ സൗകര്യങ്ങളുണ്ട്. ഏത് ചാനലിൽ വേണമെങ്കിലും സഭയുടെ എല്ലാ കാര്യങ്ങളും എടുക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ളതുകൊണ്ട് അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് സഭയ്ക്കകത്ത് ഇനിയുള്ള ദൃശ്യങ്ങൾ പൊളിമിക്സിന് ലഭിക്കുന്നത്. അതിനാൽ ഇനി അങ്ങോട്ട് പൊളിമിക്സ് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ലഭിച്ച ദൃശ്യങ്ങളാണ്. പക്ഷെ മാധ്യമങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് ഒരു കോമഡി ഷോ ആയിട്ടാണ്. നിയമസഭയ്ക്കകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനമായ ഡിബേറ്റുകളെ 9:30 മണിക്ക് ശേഷമുള്ള കോമഡി ഷോകളായിട്ട് കാണിക്കുന്ന മാധ്യമ രീതി അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട സ്പീക്കർക്കുള്ളതായി പൊളിമിക്സിന് അറിയാത്തതല്ല. പക്ഷെ പൊളിമിക്സിന് അറിയാത്തതായി ഒന്നുണ്ട്. ഇതൊരു കോമഡിയാണോ അതോ ട്രാജഡിയാണോ എന്ന കാര്യം. ഏതായാലും പൊളിമിക്സ് സ്വയം കരുതുന്നത് ഇതൊരു രാഷ്ട്രീയ അവലോകനമാണ് എന്നത്രേ. അതിനാൽ പൊളിമിക്സ് ഇനി ചെയ്യാൻ പോകുന്നത് നിയമസഭാവലോകനമാണ്. ശ്രദ്ധയോടെ ഇരിക്കണം, ഒരു അടിയന്തര പ്രമേയം വരുന്നുണ്ട്. റൂൾ 50 ഇവിടെ നൽകിയ അടിയന്തര പ്രമേയം കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ചാണ്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം സംസ്ഥാനത്ത് അടുത്ത കാലത്തുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ച് സഭയുടെ മറ്റു നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിലെ കെ മുരളീധരൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ക്രമസമാധാന പ്രശ്നമായതിനാൽ നോട്ടീസിന് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഏതാണ്ട് 15 മിനിറ്റ് എടുത്ത് ആ മറുപടി വിശദമായി നൽകുകയും ചെയ്തു. അതിനിടയിൽ സംസ്ഥാനത്ത് അടുത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളും അതിനുള്ള കാരണങ്ങളും അതിലെടുത്ത നടപടികളും ആ മറുപടിയിൽ കടന്നു വന്നു. KSRTC ബസ് വൈകിട്ട് 4:15 മണിയോടെ കൊച്ചുവേളിയിൽ യാത്രക്കാരെ ഇറക്കിയ സമയം ഈ ബസ്സും ഇല്ലല്ല, അദ്ദേഹം പൂർത്തീകരിക്കട്ടെ. ഈ സമയമുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ട് ഉന്നയിച്ചോളൂ. അതിനിടക്കില്ല. ഇരിക്കൂ. ഇതെല്ലാം മുഖ്യമന്ത്രി സഭയിൽ എന്ത് പറയണമെന്ന് ചെയറിന് റൂൾ ചെയ്യാൻ പറ്റില്ല. ഇല്ല, അങ്ങിരുന്നാ മതി. ഇരിക്കൂ, പ്ലീസ് ഇരിക്കൂ. ഇപ്പൊ അനുവദിക്കുന്നില്ല. ഞാൻ അനുവദിക്കുന്നില്ല. കൊച്ചുവേളിയിൽ യാത്രക്കാരെ അദ്ദേഹം എന്തു പറയണമെന്ന് ചെയറിന് തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങളിരിക്കൂ. മുഖ്യമന്ത്രിയുടെ മറുപടി നീണ്ടപ്പോൾ PC ജോർജ് ഒരു ക്രമപ്രശ്നവുമായി എഴുന്നേറ്റതാണ്. സഭാ നടപടികൾ ക്രമത്തിലല്ല നടക്കുന്നത് എന്ന് തോന്നിയാൽ അംഗങ്ങൾക്ക് ക്രമപ്രശ്നമായി അത് ചൂണ്ടിക്കാട്ടാം. നിങ്ങളെ സഭയിൽ കൊടുത്ത നോട്ടീസുമായി ബന്ധപ്പെട്ട ഉത്തരമാണ് മുഖ്യമന്ത്രി പറയുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് സാമാന്യവൽക്കരിച്ചിട്ടാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. യെസ് സർ, ഞാനിത് തീർക്കാം. മുഖ്യമന്ത്രി പ്രൊസീഡ് ചെയ്യട്ടെ. മുഖ്യമന്ത്രി സംസാരിക്കട്ടെ. ഇത് ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങളെ കുറിച്ച് വിശദീകരണം നൽകണമല്ലോ. ആ വിശദീകരണമാണ് ഞാൻ നൽകുന്നത്. അദ്ദേഹം വിശദീകരിക്കട്ടെ. അങ്ങനെ അദ്ദേഹം വിശദീകരിച്ചു പോവുകയാണ്. അപ്പോൾ സാർ, ഈ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം സംസ്ഥാനത്തെ ക്രമസമാധാന നില ആകെ തകർന്നു എന്ന നിലയിൽ ഒരു ചിത്രീകരണം ശരിയായതല്ല. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രത്യേക സംഭവങ്ങളും അരങ്ങേറിയിട്ടില്ല. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല.
യെസ്, ഇരിക്കൂ. പ്രകാരം അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് തന്നാൽ ബഹുമാനപ്പെട്ട സ്പീക്കർ നോക്കണം. 52(2) നോട്ട് മോർ ദാൻ വൺ മാറ്റർ ഷാൾ ബി ഡിസ്കസ്ഡ് ഓൺ ദി സെയിം മോഷൻ. ഇവിടെ ഒരു 10-20 സംഭവങ്ങളാണ് സർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് നോക്കേണ്ടതാണ്. ഇത് യഥാർത്ഥത്തിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ അടിയന്തര പ്രമേയം. അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിൽ ഞാൻ പറയട്ടെ അങ്ങ് പറഞ്ഞത് ശരിയാണ്. 52 അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് KC ജോസഫ് മറ്റൊരു പ്രശ്നം ഉന്നയിച്ചു. പറയൂ. ബഹുമാനനായ മന്ത്രി തന്നെ സ്പീക്കർ ചോദ്യം ചെയ്യണം സാർ. അങ്ങനെ ചോദിച്ചാണിത് സാർ. വ്യാപകമായ അക്രമങ്ങൾ ചിത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നോട്ടീസ് കൊടുത്തത്. അതിനെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സ്പീക്കറെ ചോദ്യം ചെയ്യാണ് സാർ. ശരിയാണ് സാർ. സ്പീക്കർ ഞാൻ പറയാം. വ്യാപകമായ അക്രമങ്ങളുടെ ചിത്രമാണ് അടിച്ചുകാണിച്ചത്. ഇരിക്കൂ. സാർ ഇത് പറയാനിരിക്കണം സാർ. യെസ്, പറയൂ. റൂൾ 52 പ്രമേയം അവതരിപ്പിക്കാനുള്ള അവകാശത്തിന്മേലുള്ള നിയന്ത്രണങ്ങളാണ് സാർ. അതിൽ ക്ലോസ് 1 ഒരേ യോഗത്തിൽ അങ്ങനെയുള്ള ഒന്നിലധികം പ്രമേയങ്ങൾ അവതരിപ്പിക്കുവാൻ പാടില്ല. 2 ഒരേ പ്രമേയത്തിന്മേൽ ഒന്നിലധികം സംഗതികൾ ചർച്ച ചെയ്യാൻ പാടില്ല. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞാണ് 1000 പ്രമേയമായി. ഇതെന്താണ് ഇത് സാർ? ഇത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ ഈ പ്രമേയം അംഗീകരിക്കാൻ പാടില്ല. മുഖ്യമന്ത്രി മറുപടി പറയാൻ പാടില്ല. അത് തെറ്റാണ്, റൂളിന് വിരുദ്ധമാണ്. ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാവണം. സതീശൻ എന്താ? ഇത് റൂൾ 50യുമായി ബന്ധപ്പെട്ട് ഇവിടെ റൂൾ 52യുടെ റീഡിംഗ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക സാർ. റീഡിംഗ് ഇപ്പോൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രീസിഡന്റ് ഉണ്ട്. ഈ റൂൾ 52 അനുസരിച്ചിട്ടാണോ ഇവിടെ ഈ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് എല്ലാവരും നോട്ടീസ് കൊടുത്തിരുന്നത്? ഇവിടെ ഈ വിഷയത്തിൽ ഒറ്റ വിഷയമേ ഉള്ളൂ. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് വിവിധ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒറ്റ സിംഗിൾ സബ്ജക്റ്റാണ് ഇവിടെ പറയുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾ, അതാണ് ഇവിടുത്തെ വിഷയം. ആ വിഷയം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം എക്സാമ്പിൾസ് പറയും. ഇവിടുത്തെ പഴയ പ്രീസിഡന്റ് എടുത്ത് നോക്കിക്കോ. നിലനിൽക്കുന്നതാണ് റൂൾ 50യിൽ ഇവിടെ നൽകിയ അടിയന്തര പ്രമേയം. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ചാണ്. വിശദീകരണ കുറിപ്പിൽ വിശദമായി എല്ലാം പരാമർശിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി പറയേണ്ടി വരും. അതാണ് ഇവിടെ ഉണ്ടായത്. മനസ്സിലായി കാണുമല്ലോ സഭയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ. ക്രമസമാധാന പ്രശ്നത്തെക്കുറിച്ച് മറ്റെല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുരളീധരൻ ഒരു നോട്ടീസ് കൊടുത്തു. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി കൊടുത്തു. ഇനി നോട്ടീസ് കൊടുത്തയാൾക്ക്, അതായത് മുരളീധരന് ഒന്നുകൂടി സംസാരിക്കാൻ അവസരമുണ്ട്. അതിലേക്ക് വരാം. അതിനു മുൻപ് ഒരു ഇടവേളയാണ്. പറഞ്ഞല്ലോ, നോട്ടീസ് കൊടുത്തത് മുരളീധരനാണ്. അതുകൊണ്ട് ഇനി സംസാരിക്കേണ്ടത് മുരളീധരനാണ്. അക്രമ സംഭവങ്ങളുടെ പരമ്പരയാണ് ഇവിടെ വിശദീകരിച്ചത്. അപ്പോൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടത് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. സഭ നിർത്തിവെച്ച് അല്ലാതെ ആദ്യം അദ്ദേഹം അവതരണാനുമതി തേടി സംസാരിക്കട്ടെ. നോട്ടീസ് നൽകിയാണെന്ന് സംസാരിക്കട്ടെ. നിയമസഭയിൽ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ അക്രമം നടന്നു, എന്തൊക്കെയാണ് അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെന്ന് വിശദീകരിക്കേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ടാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി സഭയുടെ പെർമിഷൻ ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു ലഘുവായിട്ടുള്ള വിവരണം ഈ നോട്ടീസിൽ നൽകിയത്. മുഖ്യമന്ത്രി അത് മാന്യമായി തന്നെ അതിന് മറുപടി നൽകി. അതിനാദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുക. സാർ, ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വന്ന ചില വാർത്തകളുണ്ട്. ഒന്ന്, ജൂലൈ മാസം 8-ാം തീയതി കേരളകൗമുദി പത്രത്തിൽ വന്ന വാർത്ത. ഈ പത്രം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുള്ളൊരു പത്രമല്ല, ഒരു ഇടതുപക്ഷ ആശയങ്ങൾ മുറുകി പിടിക്കുന്ന ഒരു പത്രമാണ്. ആ പത്രത്തിൽ ജൂലൈ 8-ാം തീയതി വന്ന വാർത്ത, കേരളത്തിനെ നടുക്കി അറും കൊലകൾ, ഒരു പത്രത്തിലെ ഹെഡ്ലൈനാണ്. അങ്ങനെ നിരവധി പത്രവാർത്തകളും സംഭവ വിവരണങ്ങളും പരാതികളും പരിദേവനങ്ങളും എല്ലാം ഉന്നയിച്ച് മുരളീധരൻ തൻ്റെ വാദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ DGPയുടെ സ്ഥലമാറ്റവും വന്നു. പറയട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരൂ. സാർ, ഇവിടെ സ്ഥലം മാറ്റം തന്നെ
വിഷയത്തിലേക്ക് വരും. ഗവൺമെന്റ് കാലത്ത് വിഷയത്തിലേക്ക് വരും. ഞാൻ വിഷയത്തിലേക്ക് വരാണ്. പോലീസിന്റെ മനോവീര്യം തകർന്നതിന്റെ കാരണത്തിലേക്ക് ഞാൻ വരുന്നത്. കാരണം DGP ആയിരുന്ന വ്യക്തിക്ക് തന്നെ പെട്ടെന്നൊരു കസാല ചലനം ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങി. CIക്ക് മാറ്റം, SIമാർക്ക് മാറ്റം. ഇങ്ങനെയുള്ള സംസ്ഥാനത്ത് എങ്ങനെയാണ് സാർ ക്രമസമാധാന നില പരിരക്ഷിക്കാൻ കഴിയുക? ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ നിസ്സാരമാണോ? ആളുകളെ പരസ്യമായിട്ട് നടു റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുമ്പോൾ പോലീസിന് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ തന്നെ DGP എവിടെ പോയി? DGP ഇപ്പോൾ പയ്യന്നൂർ നിൽക്കുകയാണ് അടുത്ത കൊലപാതകം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. മുരളീധരൻ അടിയന്തര പ്രമേയത്തിൽ ആവശ്യം വീണ്ടും ഉന്നയിച്ചു. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. അതിന് മറുപടിയുമായി മുഖ്യമന്ത്രി വീണ്ടും എഴുന്നേറ്റു. സർ, ബഹുമാനനായ ശ്രീ K മുരളീധരൻ ആവശ്യപ്പെട്ട രീതിയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യത്തക്ക ഒരു പ്രശ്നവും കേരളത്തിലുണ്ടായിട്ടില്ല. തന്നെയുമല്ല, ആ മറുപടിക്കിടയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ചെറുതായൊന്ന് തോണ്ടി. ഗുണ്ടാ സംഘങ്ങളുടെയും തീവ്രവാദി സംഘങ്ങളുടെയും മറ്റും സ്വരം സഭയിൽ ഉന്നയിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം. പോരാത്തതിന് കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ സംസ്ഥാനത്ത് നടന്ന മൊത്തം കൊലപാതകങ്ങളുടെ എണ്ണം ജില്ല തിരിച്ച് പിണറായി വിജയൻ പ്രതിപക്ഷത്തിന് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഏതായാലും ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും സമ്മതിക്കില്ല. അക്രമം നടന്നാൽ അത് ആര് നടത്തി എന്നത് നോക്കുന്ന പ്രശ്നമുണ്ടാവില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നീങ്ങുക തന്നെ ചെയ്യും. ഇതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവും ഇതിലില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണ്. മുഖ്യമന്ത്രി വളരെ ലാഘവത്തോടു കൂടിയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞത്. സാർ, ഇന്നലെ 2 കൊലപാതകങ്ങളാണ് പയ്യന്നൂരിലുണ്ടായത്. കണ്ണൂർ ജില്ലയെ വീണ്ടും ഒരു കുരുതിക്കളമാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നവരും കേരള ഗവൺമെൻറ് ഭരിക്കുന്നവരും തമ്മിൽ ചെയ്യുന്നത്. സാർ, ഈ 2 പാർട്ടിക്കും BJPക്കും CPMനും ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലേ സാർ? സാർ, ഇവിടെ സ്വന്തം അനുയായികളെ നിയന്ത്രിക്കാൻ ഇവർക്ക് 2 കൂട്ടർക്കും കഴിയുന്നില്ല എന്നുള്ളതിന് തെളിവല്ലേ സാർ ഇത്? സാർ, ഇവിടെ ഈ സാർ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. സാർ, മുഖം നോക്കാതെ ഇവിടെ നടപടി ഉണ്ടാകുന്നില്ല. കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയനല്ല, P ജയരാജനാണ് പോലീസിനെ നയിക്കുന്നത്. അതാണ് സാർ ഇവിടെ പ്രശ്നം. ഇന്നലെ P ജയരാജന്റെ വാക്കുകൾ കേട്ടില്ലേ? അക്രമങ്ങൾക്ക് പരസ്യമായ അനുവാദം കൊടുക്കുന്നതായിരുന്നു P ജയരാജൻ എന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന. സാർ, ഇത് ശരിയാണോ സാർ? സാർ, ഇത് ഏത് റൂൾ ഏതാണ് സാർ? എന്റെ പോയിന്റ് ഏത് റൂള് പറയട്ടെ. റൂള് പറയട്ടെ. എന്താ ഇവിടെ റൂള് പറയട്ടെ. 307 പറയട്ടെ. സർ, സഭയിലില്ലാത്ത ആളെ കുറിച്ച് സർ വളരെ ആക്ഷേപകരമായ പരാമർശമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയത് P ജയരാജനെ സംബന്ധിച്ച്. അത് ശരിയല്ല സർ. അത് രേഖയിലുണ്ടാവരുത്. 307 അനുസരിച്ചാണ് ഞാൻ ഉന്നയിച്ചത്. രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി പരാമർശം നടത്തുന്നത് പുതിയ കാര്യമല്ല. പല രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയും പരാമർശം നടത്തും. പോലീസ് എഴുതി തരുന്നത് മാത്രം അങ്ങ് വിശ്വസിക്കരുത്. ഞാനും ആഭ്യന്തരമന്ത്രിയായ ആളാണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എഴുതി തരും. അവരെ സംരക്ഷിക്കാൻ അവർ എഴുതി തരും. അങ്ങ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളല്ലേ? അങ്ങക്ക് ധാരാളം സോഴ്സ് ഇല്ലേ? ഞാൻ എപ്പോഴും ചെയ്യുന്ന അങ്ങനെയാണ്. പോലീസ് എഴുതി തരുന്ന അല്ലാതെ നമ്മുടെ സോഴ്സിലൂടെ അറിയണ്ടേ സാർ? നമ്മുടെ ഒരു സോഴ്സിലൂടെ ഉപയോഗിക്കണ്ടേ സാർ? സാർ, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രം എഴുതി തരുന്ന അങ്ങോട്ട് വായിച്ചത് ദൗർഭാഗ്യകരമായി പോയി. 303 303 സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഇവിടെ അടിയന്തര പ്രമേയം വന്ന സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞത് പോലീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പാർട്ടി സോഴ്സിൽ കൂടി ഞാൻ മറുപടി പറഞ്ഞു എന്നുള്ളതാണ്.
അതീവ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് സാർ. ആ ഒരൊറ്റ കാരണത്താലാണ് തൃശ്ശൂരിൽ 3 കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെടാൻ കാരണം വന്നത് ഈ മറുപടിയുടെ ഭാഗമായിട്ടാണ്. ഒരിക്കലും അത് റെക്കോർഡിൽ ഉണ്ടാകാൻ പാടില്ല. മന്ത്രി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എഴുതി തരുന്നത് തന്നെയാണ് പറയാൻ പറ്റുക. അല്ലാതെ പാർട്ടി സോഴ്സിൽ വിവരം അന്വേഷിച്ചിട്ടല്ല നിയമസഭയുടെ മുമ്പാകെ പറയേണ്ടത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയുമ്പോൾ പോലീസിൽ നിന്ന് കിട്ടുന്ന മറുപടി തന്നെയാണ്, അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന മറുപടിയല്ല. ഒരിക്കലും അത് റെക്കോർഡിൽ ഉണ്ടാകാൻ പാടില്ല സാർ. അത് സസ്പെൻഡ് ചെയ്യാം. ശ്രീ തിരുവഞ്ചൂർ, ഏത് റൂള്? അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത് രേഖയിലില്ലാത്തത് പിൻവലിക്കാൻ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന 307 അങ്ങയ്ക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ആ വാദഗതിയെ ഞാൻ ഒപ്പോസ് ചെയ്യുന്നില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ ആംഗ്യം കാണിച്ച് ഇവിടെ സൂചിപ്പിച്ചത് പിൻവലിക്കുന്നതിന് ഈ മന്ത്രി തയ്യാറാകണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. പിൻവലിക്കണം. മറ്റത് രണ്ടാമത്തെ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഒരു സാമാജികനാണ്. പ്ലീസ് ഉച്ചഭാഷണിയിലല്ലാതെ സംസാരിക്കുന്ന ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല എന്ന് അങ്ങേക്ക് നല്ലപോലെ അറിയാം. പിന്നെ അനാവശ്യമായ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടത് കുഴപ്പത്തേക്ക് പോകണ്ട. ഉച്ചഭാഷയിലൂടെ അല്ലാത്ത ഒരു പരാമർശം രേഖയിൽ ഉണ്ടാവില്ല. പോയിന്റ് ഓഫ് ഓർഡർ റൂൾ സർ, റൂൾ 303 തന്നെ വെച്ചിട്ട് ഞാൻ പറയാണ് സർ. ഇവിടെ ഒരു കാര്യമുണ്ട്, അങ്ങൊരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. ഈ സഭയുടെ സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും പ്രതിപക്ഷ നേതാവ് വോക്കൌട്ട് പ്രസംഗം നടത്തിയ അവസരത്തിൽ ഇവിടെ പോയിന്റ് ഓഫ് ഓർഡർ അനുവദിച്ചിട്ടില്ല. ഇവിടെ ആദ്യമായി അനുവദിക്കുകയും നിരന്തരമായി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തത് ദൗർഭാഗ്യകരമാണ്. 3 പ്രാവശ്യം അങ്ങൊരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രീസിഡന്റ് ഇല്ല. ഉണ്ടല്ലേ? ഞാൻ സ്പീക്കറോട് പറയുന്നു. ഒന്ന് രണ്ടാമത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജി സുധാകരൻ അദ്ദേഹം ഒരു ആംഗ്യഭാഷയിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചത്. സാർ ഞാൻ പറയുന്നത് സാർ, ഇവിടെ ആംഗ്യഭാഷയിൽ ഇവിടെ മൈക്കിലൂടെ പറയാത്ത എന്തു ഈ അസംബ്ലി ചെയ്യാമോ സാർ? ഇവിടെ ഒരാൾ തുണി അഴിച്ച് തലയെ കെട്ടിയാൽ മൈക്കിൽ കൂടി വരില്ലല്ലോ. വരുമോ? അതിവിടെ അനുവദനീയമാണോ? അങ്ങെന്തായി പറയുന്നത്? ചെയറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങ് ഇരിക്കൂ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. അങ്ങ് തുടരൂ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കൂ. പ്ലീസ്. അങ്ങ് വീഡിയോ ഒന്ന് പരിശോധിക്കണം. ബഹുമാനപ്പെട്ട സ്പീക്കറോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് വീഡിയോ ഒന്ന് പരിശോധിക്കണം. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആക്ഷേപകരമായി എന്തെങ്കിലും ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കണം. അങ്ങ് തുടരൂ. അല്ല, എന്ത് ചെയ്യണം പറയൂ. റൂളിംഗ് പരിശോധിക്കാമെന്ന് പറഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പരിശോധിക്കാന്ന് പറഞ്ഞില്ലേ? ഇതാണ് സഭയിൽ നടന്നത്. ഒരടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച വേണ്ട എന്ന് തീരുമാനിക്കാനായി നടന്ന ചർച്ചയാണിത്. ഇതൊരു കോമഡിയാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പൊളിമിക്സിന് അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് വിനീതമായി അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ട്രാജഡിയാണ്, സമ്പൂർണ്ണ ട്രാജഡി. ഈ ട്രാജഡിയുടെ പാരഡി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.